പെരുന്നാൾ പോത്തെ ഇപ്പൊ ഒരു 30 എണ്ണത്തോളം ഉണ്ട്. പല തൂക്കം 200 കിലോ വരണുണ്ട്, 250 കിലോ വരണുണ്ട്, 150 കിലോ വരണുണ്ട്, 175 കിലോ വരണുണ്ട്. പല തരത്തിലുള്ള. കച്ചവടക്കാരാണ് ഇവിടെ കൂടുതലും പോത്തിനെ എടുക്കാൻ വേണ്ടി വരുന്നത്, അതോ മറ്റേ പള്ളിക്കാരുണ്ടോ? പള്ളിക്കാരും വന്നിട്ടുണ്ട്, കച്ചവടക്കാരും വന്നിട്ടുണ്ട്. കൂടുതലും കച്ചവടക്കാരാണ്, കൂടുതൽ കച്ചവടക്കാരാ. അത്രയും വില കുറവാണ് കച്ചവടക്കാർ. നമ്മളിപ്പോ ഇവിടെ മാന്യമായിട്ടുള്ള വിലയിൽ കൊടുക്കുന്നതിനെ കൊണ്ട് ഇപ്പൊ 10-200 കന്നാലി ഇപ്പൊ കച്ചവടക്കാർക്ക് കൊടുത്തു. ശരി, ഓക്കെ. അപ്പൊ ഈ കച്ചവടക്കാർക്ക് അത്യാവശ്യം ഒരു മാർജിൻ കിട്ടും അവർക്ക്. പിന്നെന്താ, അവർക്ക് ഒരു മാട്ടിന്റെ പുറത്ത് ചെലവാൻ കഴിഞ്ഞ 1000, 1500, 2000 രൂപ കിട്ടും. ആണല്ലേ? ഇന്ന് എടുത്തിട്ട് ഇവിടുന്ന് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് എടുത്തോണ്ട് പോയി അവർ മാർക്കറ്റിൽ അവർ വീട്ടുകളിലൊക്കെ ഇട്ട് വിൽക്കണം മാട്. ഇന്ന് എടുത്തോണ്ട് പോയി അടുത്ത ദിവസം കൊടുത്താൽ പോലും 12,000 രൂപ 2000 രൂപ കൈ ഇരിക്കും ചെലവും കഴിഞ്ഞു. ഒരു 10 ദിവസം ഇടുവാണെന്നുണ്ടെങ്കിൽ 10,000 രൂപ കിട്ടുമോ? 10 ദിവസം ഇടാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റിനടുത്ത് 3000 രൂപ മാറി വരുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ കച്ചവടക്കാർ അങ്ങനെ കച്ചവടക്കാർ അങ്ങനെയാണ് മാറ്റിട്ട് പോകണം. പള്ളിക്കാർക്കാരും വന്നു കഴിഞ്ഞാൽ നല്ല പോത്തിന് വില കുറച്ച്. പള്ളിക്കാർക്ക് വരണമെന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് കൊടുക്കത്തക്ക പോത്ത് കിടപ്പുണ്ട്. തൈ കിടക്കുന്നൊക്കെ പോത്ത് നല്ല അടിപൊളി കിടാക്കളാണ്. പള്ളിക്ക് പറ്റിയ പോത്താണ്. 2 വയസ്സ് പ്രായമുള്ള പോത്ത് കുട്ടികളാണ്. കശാപ്പുകാർക്കുള്ളതുകൊണ്ട് പള്ളിക്കാർക്കുള്ളതുകൊണ്ട്. പള്ളിക്കാരെന്ന് നല്ല ഭംഗിയുള്ള പോത്തും നല്ല പല്ലായ പോത്തും കിടപ്പുണ്ട്. താഴെ വരെ ഉണ്ട്. ഇവിടുന്ന് 10-30 പോത്ത് കിടപ്പുണ്ട്. അടുത്ത ലോഡ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നു. ഇതെല്ലാം പള്ളിക്കാരുടെ പോത്താ. ഈ നിൽക്കുന്നതല്ല, ഈ നിൽക്കുന്നത് ഈ കിടക്കുന്ന പോത്ത് ഇതെല്ലാം പള്ളിക്കാരെ പോത്ത്. ഒരു 10-100 കിലോ ഇറച്ചി കിട്ടുന്ന ഇത് ഈ പോത്തൊക്കെ 150, 160 കിലോ, 170 കിലോ വരും. ഈ പോത്തൊക്കെ 200, 250 കിലോ, 250 കിലോ വരും ഈ പോത്ത്. നല്ല തരവും പ്ലാനും നല്ല മട്ടവും പല്ലായ പോത്താണ്. 2 വയസ്സിന് മേലാവും ഈ പോത്തല്ല.